ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇന്ന് ടർബോ തൂക്കിയപ്പോൾ തിയേറ്ററുകൾ പവിയേട്ടൻ കലക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് 17-ാം ദിനമാണ് ഈ ഒരു സിനിമയുടെ. ഞായറാഴ്ച എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. 256ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 23% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 21 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ 10 ലക്ഷം രൂപ, 14 ലക്ഷം രൂപ, 12 ലക്ഷം രൂപ, 13 ലക്ഷം രൂപ നേടിയ സ്ഥലത്ത് ഇന്ന് 21 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ഞായറാഴ്ച അതിഗംഭീരമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 20 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനെങ്കിൽ ഇന്ന് 35-38 ലക്ഷം രൂപയോളമാണ്. പവി കെയർടേക്കർ എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗംഭീരമായിട്ടുള്ള ദിവസം തന്നെയാണ്. കാരണം ഇതേപോലെ കളക്ഷൻ വന്നത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു എന്നുള്ളതാണ്. ആ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള എല്ലാ ദിവസങ്ങളിൽ, അതായത് തിങ്കൾ തൊട്ട് ഇന്നലെ ശനി വരെയുള്ള ദിവസങ്ങൾ നോക്കുമ്പോൾ 1.25 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നത്. ഈ ഒരു ഞായറാഴ്ചയും മികച്ച രീതിയിലേക്ക് സിനിമയുടെ കളക്ഷൻ പോകുന്നു. അത് സന്തോഷകരമെന്ന് തന്നെ പറയാം. കാരണം പലരായി ഈ സിനിമ കൊള്ളില്ല, അല്ലെങ്കിൽ ഇത് വാഷ് ഔട്ടായി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ, ഇത് ഒരു സിനിമയാണ്, ഒരു നടൻ്റെ സിനിമയാണ്. അതിനകത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം അങ്ങനെയൊന്നുമില്ല. സിനിമ ഒരു ആവറേജ് സിനിമ, സമ്മതിച്ചേ പറ്റുള്ളൂ. അതിന് മുകളിലുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ആവറേജ് സിനിമയെ പോലും നമ്മൾ പലരും ചവിട്ടിത്തേക്കുന്നു. എന്തിന്? ഒരു കാര്യം ചോദിച്ചു നോക്കാം. നേരെ എന്ന് പറഞ്ഞ സിനിമ ഒരു ഗംഭീര സിനിമ എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് മലയാളികൾ നൽകിയത്? മോഹൻലാലിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്ന സിനിമയല്ല, പക്ഷേ നീറ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരുന്നു. നല്ല സിനിമയായിരുന്നു. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനങ്ങൾ നൽകിയ സ്വീകരണം അങ്ങനെ തന്നെയായിരുന്നു. ഒരുപക്ഷെ ദിലീപിൻ്റെ ഒരു ഇപ്പോൾ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ എല്ലാവരും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു സിനിമയെ ബാധിച്ചേക്കുന്നെങ്കിൽ, അദ്ദേഹം ഒരു മനുഷ്യനാണ്. ഓരോ മനുഷ്യർക്കും, നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവമല്ല ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്ന നടനെ മാത്രമാണ്, ദിലീപ് എന്ന വ്യക്തിയെ വെച്ചിട്ടല്ല. നമുക്കറിയാവുന്നതും സുപരിചിതമായത് നമ്മൾ കണ്ട സിനിമയിലൂടെയുള്ള ദിലീപിനെ മാത്രമാണ്. അയാളെ നമുക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് പേഴ്സണലായിട്ട് അറിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരു ആവറേജ് സിനിമ വരുവാണെങ്കിൽ ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കുന്നു. അതിനുള്ള തെളിവാണ് ഈ ഒരു കാര്യം. കുട്ടികൾ, ഫാമിലി, സ്ത്രീകൾ, ഇവരെല്ലാം ഈ സിനിമ കണ്ടിട്ട് നന്നായിട്ട് ചിരിക്കുന്നു, നന്നായിട്ട് അവർക്ക് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഒരു മികവ് ഇപ്പോൾ കാണുന്നത്. അതായത് 17-ാം ദിവസമായപ്പോഴും സിനിമയ്ക്ക് ആവറേജ് കളക്ഷനോട് കൂടെ പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിഗംഭീര കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ആരും വിളമ്പുന്നില്ല എന്നുള്ളതാണ്. സിനിമ 8 കോടിയാണ്, 8.5 കോടിയാണ് എനിക്കറിയാവുന്ന ബഡ്ജറ്റ്. പിന്നീട് നമ്മൾ കാണുന്നു 8 കോടി എന്നൊക്കെ കാണുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ. സിനിമ ടോട്ടൽ ബിസിനസ്സിലൂടെ നേരത്തെ തന്നെ വിജയിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ തിയേറ്ററിൽ ഈ സിനിമ വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള ഉത്തരമില്ല. കാരണം വിജയിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അറിവ്. പക്ഷേ മുടക്ക് മുതൽ ഈ സിനിമ ഇതിൽ നിന്ന് കളക്ട് ചെയ്യും എന്നുള്ളത് സംശയങ്ങളില്ല. എന്താണേലും ദിലീപിൻ്റെ ഈ ഒരു ഞായറാഴ്ച, അതായത് പവിയേട്ടൻ്റെ ഈ ഞായറാഴ്ച ഗംഭീരമാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ ഈ ഞായറാഴ്ച നേടിയിരിക്കുന്നത്. ഇന്നലത്തേക്കായാലും ഏകദേശം 48% കളക്ഷൻ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനിയും ഇത് എന്നോട് തിയേറ്ററുകാർ വന്ന് പറയുന്ന ഒന്നുമല്ല, അത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഞാനപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി നിങ്ങൾക്കായിട്ട് ഇടുന്നു. പ്രമുഖ ട്രാക്കർമാരിൽ നിന്ന് തന്നെ ലഭ്യമായ കണക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ 3-4 ദിവസങ്ങളിലെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഇന്നത്തെ ദിവസത്തിൻ്റെ നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ നിങ്ങൾക്ക് ഇടാം. ഒരുപക്ഷെ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര കണ്ട് എളുപ്പമായിട്ട് കാണാൻ കഴിഞ്ഞു എന്നറിയില്ല. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ സൂം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും അതിനടിയിലാണ് ഞാനൊരു കറുത്ത വര ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കാണാം. ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് 5,95 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. വീണ്ടും ഒരു 10 കോടിക്ക് മുകളിൽ ഈ സിനിമ കേരള തിയേറ്ററിൽ നിന്ന് കടക്കുമോ എന്നുള്ളതാണ്. നേരത്തെ 8 കോടി കടക്കുമോ എന്നുള്ളതായിരുന്നു. തീർച്ചയായും 8 കോടി കടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഏകദേശം 7-7.5 കോടിക്ക് മുകളിലായി. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കണക്കുകൾ ഇപ്പോൾ പുറത്ത് വരാറില്ല. നമുക്കിത് കാണുമ്പോൾ ഈ ഒരു ട്രാക്കേഴ്സ് മുഖാന്തരം 6 കോടി എന്ന് പറയുമ്പോൾ ഏകദേശം 7.5-8 കോടിയുടെ അടുത്ത് ഈ സിനിമ എത്തിയിട്ടുണ്ടെന്നുള്ളതിന് സംശയമില്ല. ഇത് പറയാൻ കാരണം ബാക്കിയുള്ള സിനിമകളുടെ ട്രാക്കിംഗ് വരുന്ന രീതിയിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്ത് തരണം. ഇത് ദിലീപിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ദിലീപ് സിനിമയെ മാത്രമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അത്രയും നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. താങ്ക് യു, ഗ്രേറ്റ് മീഡിയാസ്.